മെയ് 29 വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ. ജനനം 1897 സെപ്റ്റംബർ 26 ഇറ്റലിയിൽ. മരണം 1978 ഓഗസ്റ്റ് 6 ഇറ്റലിയിൽ. 1897 ജിയോവാനി ബാറ്റിസ്റ്റ മോഡിനിയിൽ ജനിച്ച വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ 1963 മുതൽ 1978 മരിക്കുന്നതുവരെ റോമിലെ ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 1962 മുതൽ 65 വരെയുള്ള പരിവർത്തന കാലഘട്ടത്തിലൂടെയും വെല്ലുവിളി നിറഞ്ഞ പോസ്റ്റ് കൺസിലിയറിയിലൂടെയും അദ്ദേഹം സഭയെ നയിച്ചു. സഭയ്ക്കുള്ളിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന, സഭയെ കൂടുതൽ ജനപ്രിയമാക്കിയ യുഗമെന്ന് നമുക്ക് വിശുദ്ധ പോൾ ആറാമൻ്റെ ഭരണകാലയളവിനെ വിശേഷിപ്പിക്കാം. ഇറ്റലിയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച മോണ്ടിനി 1920 വൈദികനായി അഭിഷിക്തനായി. ആരോഗ്യപരമായ വെല്ലുവിളികൾക്കിടയിലും അദ്ദേഹം റോമിൽ ഉപരിപഠനം നടത്തി വത്തിക്കാൻ നയതന്ത്ര സേവനത്തിൽ ചേർന്നു. 30 വർഷത്തിലേറെയായി പേപ്പൽ സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചു. 1954 മിലാൻ ആർച്ച് ബിഷപ്പായി. 1958 കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1963 പോൾ ആറാമൻ എന്ന പേര് സ്വീകരിച്ച് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പോൾ ആറാമൻ നിർണായകമായ പങ്കുവഹിക്കുകയും അതിൻ്റെ അവസാന 3 സെഷനുകൾ നയിക്കുകയും ചെയ്തു. സഭയുടെ പാരമ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സഭയുടെ പങ്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ പോന്തിഫിക്കറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സഭാജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിപുലമായ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്നു. വിമർശനങ്ങൾക്കിടയിലും പോൾ ആറാമൻ ധീരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. കൃത്രിമ ജനന നിയന്ത്രണത്തിനെതിരായ സഭയുടെ നിലപാട് തൻ്റെ ലേഖനമായ ഹ്യൂമാനെ വിറ്റയിൽ 1968 വീണ്ടും ഉറപ്പിക്കുകയും പുരോഹിത ബ്രഹ്മചര്യം നിലനിർത്തുകയും ചെയ്തു. പോൾ ആറാമൻ സാമൂഹിക നീതിയിലും ലോക സമാധാനത്തിലും അഗാധമായ പ്രതിജ്ഞാബദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനകോശങ്ങളായ എക്ലേസിയം സുവാം 1964, പോപ്പുലോറം പ്രോഗ്രസ്സിയോ 1967 എന്നിവയിൽ പ്രകടമാണ്. അദ്ദേഹം പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടി വാദിച്ചു. സാമൂഹിക പ്രശ്നങ്ങളെ വിപുലമായി അഭിസംബോധന ചെയ്തു. എക്യുമെനിസത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളിൽ മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായും ക്രിസ്ത്യൻ ഇതര മതങ്ങളുമായും സംവാദം വളർത്തുക, ധാരണയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഉൾപ്പെടുന്നു. ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവയുൾപ്പെടെയുള്ള ഭൂഖണ്ഡങ്ങൾ സന്ദർശിച്ച് വ്യാപകമായി യാത്ര ചെയ്ത ആദ്യത്തെ മാർപ്പാപ്പയാണ് പോൾ ആറാമൻ. 1964 ഡിസംബറിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു. ഏഷ്യയിൽ കാലുകുത്തിയ ആദ്യത്തെ മാർപ്പാപ്പയായി. അൽബേനിയയിൽ നിന്നും ഇന്ത്യയിൽ വന്ന് പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെയും ആരോരും നോക്കാനില്ലാതെ, സഹായിക്കാൻ ആളില്ലാതെ പുഴുവരിച്ചു കിടന്ന രോഗികളുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മദർ തെരേസയെ ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ സന്ദർശനം ആഗോള വ്യാപനത്തിനും എക്യുമെനിക്കൽ ഡയലോഗിനുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നു. 1964 പോൾ ആറാമൻ വിശുദ്ധ ഭൂമിയിലേക്കുള്ള തീർത്ഥാടനവും 1965 ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് ലോക സമാധാനത്തിനായി വാദിച്ചതും മറ്റും പ്രധാന യാത്രകളിൽ ഉൾപ്പെടുന്നു. മെത്രാന്മാർ 75 വയസ്സായാൽ സ്വയം രാജിവെക്കണമെന്നും 80 വയസ്സ് കഴിഞ്ഞ കർദിനാൾമാർക്ക് പേപ്പൽ തിരഞ്ഞെടുപ്പിൽ അവകാശമില്ല എന്നും ഓർഡിനൻസ് പുറപ്പെടുവിച്ചതും ഈ മാർപ്പാപ്പയാണ്. പോൾ ആറാമൻ്റെ പൈതൃകത്തിൽ സഭയെ നവീകരിക്കുന്നതിനും സമകാലിക സാമൂഹിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനും എക്യുമെനിക്കൽ ബന്ധങ്ങൾ വളർത്തുന്നതിനുമുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം ഉൾപ്പെടുന്നു. പോൾ ആറാമൻ്റെ വീരോജ്വലമായ പ്രവർത്തനങ്ങളെ മാനിച്ച് 2014 ബെനഡിക്റ്റ് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാക്കി. 2018 ഒക്ടോബർ 14 ഫ്രാൻസിസ് മാർപ്പാപ്പ പോൾ ആറാമൻ പാപ്പായെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്നും കത്തോലിക്ക സഭയിൽ അദ്ദേഹത്തിൻ്റെ ശാശ്വതമായ സ്വാധീനം എടുത്തു കാണിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പ്രസംഗം നടത്തിയത്. ഈ വിശുദ്ധ പദവിയിലൂടെ ആദരിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പൈതൃകം ഇന്നും കത്തോലിക്ക സഭയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാം വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക,
നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിചിന്തനം: തൻ്റെ അജപാലന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ലോകമെമ്പാടും വ്യാപിച്ച സഭാമക്കളെ കാണുവാൻ വേണ്ടിയിട്ട് ഏക കുടുംബത്തിൻ്റെ തലവനെന്ന നിലയിലാണ് മാർപ്പാപ്പ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അത് കത്തോലിക്ക സഭയെ കൂടുതൽ ജനകീയ മുഖമുള്ളതാക്കി തീർക്കുവാൻ സഹായിച്ചു. ഈ പാരമ്പര്യ സഭയുടെ അംഗമാകുവാൻ നമ്മളെ വിളിച്ച ദൈവത്തെ നന്ദിയോടെ സ്മരിക്കാം. അതേപോലെ തന്നെ സഭയെ നയിക്കുന്ന എല്ലാ അജപാലന ദൗത്യമുള്ളവരെയും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.